ഹായ് നമസ്തേ നമസ്കാരം. ഇന്ന് വീണ്ടും കേരളത്തിൻ്റെ തനതായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റവുമായിട്ടാണ് അമ്മ എത്തിയിരിക്കുന്നത്. പാലപ്പം അല്ലെങ്കിൽ ആപ്പം. പാലപ്പത്തിൻ്റെ 2 റെസിപ്പീസ് അമ്മ നേരത്തെ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് കണ്ടു നോക്കണം പ്ലീസ്. ഇന്ന് അമ്മയുടെ വീട്ടിലൊക്കെ ട്രഡീഷണലായി പണ്ട് തയ്യാറാക്കിയിരുന്ന അരിപ്പൊടി ഉപയോഗിച്ച് ഈസ്റ്റിന് പകരം തനി തെങ്ങിൻ കള്ള് ചേർത്ത് ആപ്പം തയ്യാറാക്കിയിരുന്ന രീതിയാണ് അമ്മ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അമ്മ എപ്പോഴും പറയും ഈ ഒരു ട്രഡീഷണൽ ആപ്പത്തിൻ്റെ രുചി മറ്റൊരു രീതിയിൽ ചെയ്താലും അമ്മയ്ക്ക് ഇഷ്ടപ്പെടാറില്ലെന്ന്. നമ്മൾ കഴിച്ചു വളർന്ന ആ ഒരു സ്വാദാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം അല്ലേ? എന്തായാലും ഒട്ടും സമയം കളയാതെ തന്നെ അമ്മയുടെ ട്രഡീഷണൽ കള്ള് ചേർത്തുള്ള പാലപ്പം അല്ലെങ്കിൽ ആപ്പത്തിൻ്റെ റെസിപ്പിയിലേക്ക് കിടക്കാം. വീഡിയോ മുഴുവനായി തന്നെ കാണണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള ഫീഡ്ബാക്കും കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കണ്ട. ഓക്കെ. ഇതിപ്പം 2 ഗ്ലാസ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അധികം പശപ്പില്ലാത്ത സാദാ പച്ചരി. അത് നന്നായിട്ട് 2-3 പ്രാവശ്യം വൃത്തിയായി വെള്ളമൊക്കെ ക്ലിയർ ആകുന്നിടം വരെ കഴുകിയെടുക്കണം. അതിനുശേഷം 3 മണിക്കൂർ കുതിർത്ത ശേഷം വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതിന് നമുക്ക് മിക്സറി ഒരു ഡ്രൈ ജാറിൽ ചേർത്ത് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇതിന് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇതിപ്പം നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ച ശേഷം വീണ്ടും അരിപ്പയിൽ കൂടി ഒന്നും കൂടി സീവ് ചെയ്ത് നല്ല ഫൈൻ പൗഡറാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. കണ്ടില്ലേ, ഒട്ടും തന്നെ തരിയില്ല, നല്ല ഫൈനായിട്ടുള്ള പൗഡറാണ്. അരിച്ചു മാറ്റിയ തരിയാണിത്. റവയിലും കുറച്ചും കൂടി ചെറിയ തരിയാണ് കേട്ടോ. ഇതിപ്പോൾ 1 ഗ്ലാസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്ത അരിപ്പൊടി എന്ന് പറയുമ്പോൾ ഇത് 6 ഗ്ലാസ് ഉണ്ട് കേട്ടോ. ഈ പൊടി ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ അരിച്ചെടുത്ത ആ ഒരു തരി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അതേ ഗ്ലാസ്സിൽ തന്നെ 4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ തരി ഒന്ന് കപ്പി കാച്ചി എടുക്കണം. കട്ട കെട്ടാതെ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം. തീ കൂട്ടി വെച്ച് കുറുക്കി എടുക്കരുത് കേട്ടോ. കാരണം അരിപ്പൊടി നന്നായിട്ട് വെന്തിട്ട് വേണം കുറുകി വരാനായിട്ട്. കുറുകി തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ ഒട്ടും കട്ടയില്ല. കണ്ടില്ലേ, പൊടി നന്നായിട്ട് വെന്ത് കുറുകി വരികയാണ്. ഈ ഒരു പരുവത്തിൽ ഫ്ലെയിം ഓഫാക്കാം. ഇതിനെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇനി ഇത് നന്നായിട്ട് ആറി വരട്ടെ. നമ്മുടെ കപ്പി കാച്ചതൊക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ട്. അതിന് ഈ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കൈ വൃത്തിയാക്കിയ ശേഷം കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. പണ്ടൊന്ന് ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് ഈസ്റ്റ് അല്ല ഉപയോഗിച്ചിരുന്നത്. ഇതുപോലെ നല്ല ഫ്രഷായ ഇന്ന് ചെത്തിയെടുത്തുകൊണ്ട് വന്ന തെങ്ങിൻ കള്ളാണ്. നല്ല മധുരമുള്ള കള്ളാണ്. ഫെർമെൻറ്റേഷനായിട്ട് ഇതാണ് പണ്ടൊക്കെ ചേർത്ത് പോന്നിരുന്നത്. കണ്ടില്ലേ, അതേ ഗ്ലാസ്സിൽ തന്നെ 2 ഗ്ലാസ് കള്ള് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തവി കൊണ്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കാം. നമ്മുടെ മാവൊക്കെ മിക്സാക്കി ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കാൻ റെഡി ആയിട്ടുണ്ട്. ഇനി നാളെ നമുക്കിത് പഞ്ചസാരയും ഉപ്പും തേങ്ങാപ്പാലും ഒക്കെ ചേർത്ത് ബാറ്റർ റെഡിയാക്കാം. ഇതുപോലെ അടച്ച് നമുക്ക് മാറ്റി വെക്കാം. നല്ല ചൂടുള്ള ഒരു സ്ഥലത്ത് തന്നെ ഇത് ഫെർമെൻറ്റേഷനായിട്ട് വെക്കണം. ഓവനിലോ എവിടെ വേണമെങ്കിലും വെക്കാം. നമ്മുടെ ബാറ്ററൊക്കെ ഇതിപ്പോൾ നല്ലതായിട്ട് ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. മൈക്രോവേവിൽ എൻ്റെ ആ പാത്രം കയറാത്തതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാവ് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായി ഫെർമെൻ്റായി, കണ്ടില്ലേ. ഇനി ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല മധുരമുള്ള കള്ളല്ലേ നമ്മൾ ചേർത്തിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ പഞ്ചസാര ഈ ഒരു ആപ്പത്തിന് ആവശ്യമില്ല. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കൂടാതെ അതേ ഗ്ലാസ്സിൽ ഒരു 3/4 ഗ്ലാസ് തേങ്ങാപ്പാൽ, ഫ്രഷായിട്ടുള്ള തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സാക്കാം. ഉപ്പും മധുരമൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എല്ലാം കറക്റ്റാണ്. അപ്പം ചുടുന്നതിന് തൊട്ട് മുൻപായിട്ട് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇതിനി ഒന്ന് അടച്ചൊരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഒന്നും കൂടി അത് പൊങ്ങി വരും. ആ ഒരു സമയത്ത് നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അപ്പം ചുടാനായിട്ട് ഒരു കാസ്റ്റ് അയണിൻ്റെ അപ്പച്ചട്ടിയാണ് ഞാൻ സ്റ്റൗവിൽ വെച്ചിരിക്കുന്നത്. അല്പം ഓയിലൊന്ന് തൂത്ത് കൊടുക്കാം. ചട്ടി നന്നായി ചൂടായി കഴിഞ്ഞാൽ മാവ് ഒന്ന് ഇളക്കിയ ശേഷം ഒരു 2 തവി മാവ് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം.
ഹോൾസൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചട്ടി ഒന്ന് അടച്ചു വെച്ച് ഒരു 1.5 മിനിറ്റ് മുതൽ 2 മിനിറ്റ് വരെ എടുക്കും അപ്പം റെഡിയായി വരാനായിട്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല അപ്പം റെഡി ആയിട്ടുണ്ട്. സെൻറ്ററൊക്കെ കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. സൈഡ്സൊക്കെ നല്ല ലേസുമുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് നമുക്കിത് മാറ്റിയെടുക്കാം. ഓരോ അപ്പവും ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാം. നടുഭാഗമൊക്കെ നല്ല പൊങ്ങി എത്ര സോഫ്റ്റ് ആണെന്ന് നോക്കിക്കേ. ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള തെങ്ങിൻ കള്ള് ചേർത്തുണ്ടാക്കുന്ന അപ്പത്തിൻ്റെ സ്വാദൊന്ന് വേറെയാണ് കേട്ടോ. ഈസ്റ്റൊക്കെ ചേർക്കുമ്പോൾ വേറൊരു സ്വാദാണല്ലോ ഉണ്ടാകുന്നത്. എപ്പോഴൊന്നും നമുക്ക് തെങ്ങിൻ കള്ളൊന്നും കിട്ടണമെന്നില്ല നാട്ടിൽ. എൻ്റെ ഒന്നും ചെറുപ്പകാലത്ത് ഈസ്റ്റിൻ്റെ ഉപയോഗമൊന്നും ഒട്ടുമില്ലായിരുന്നു. ഞാനൊക്കെ ഉണ്ടായി ഒരു 40 ദിവസം മുതൽ എന്നെ നോക്കി വളർത്തിയ ഒരു ഭാരതി ചേച്ചിയുടെ കാര്യം ഞാൻ പല എപ്പിസോഡ്സിലും പറഞ്ഞിരുന്നു. ചേച്ചിയായിരുന്നു ഞങ്ങളുടെ വീട്ടിലെ ഷെഫ്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ചേച്ചി ഈ ഒരു ആപ്പം ഈ രീതിയിൽ ഉണ്ടാക്കുന്ന ദിവസം തലേ ദിവസമേ ഇതിൻ്റെ പ്രിപ്പറേഷൻ, അരി പൊടിക്കുന്നു, കപ്പി കാച്ചുന്നു, എല്ലാം കാണുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരു ഉത്സവമായിരുന്നു ശരിക്കും. പിറ്റേ ദിവസം ഈ ഒരു ആപ്പവും പൊട്ടാറ്റോ സ്റ്റൂവും ഒക്കെ കൂട്ടിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നിടം വരെ ശരിക്കും ഒരു ത്രില്ലായിരുന്നു. കാരണം അത്ര ഫ്രീക്വൻ്റ് ആയിട്ടൊന്നും ഈ ഒരു ആപ്പം പണ്ടൊന്നും ഉണ്ടാക്കത്തില്ലായിരുന്നു. വല്ലപ്പോഴും ഒക്കെയാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. എന്തായാലും ഒത്തിരി ഓർമ്മകളുണ്ട് ഈ ഒരു റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പം. നാട്ടിലൊക്കെ ഉള്ളവർക്ക് ഇതുപോലെ ഫ്രഷായിട്ട് തെങ്ങിൻ കള്ളൊക്കെ ചെത്തി കിട്ടുകയാണെങ്കിൽ ഒരു പ്രാവശ്യം ഇതുപോലെ പാലപ്പം അല്ലെങ്കിൽ ആപ്പം നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. ഇപ്പം മിക്സർ ജാറിലൊക്കെ നമുക്ക് പെട്ടെന്ന് അരിയൊക്കെ പൊടിച്ചെടുക്കാമല്ലോ, അത്രയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. ആപ്പം എന്ന് പറയുമ്പം അല്ലെങ്കിൽ പാലപ്പം എന്ന് പറഞ്ഞാൽ പല തരത്തിൽ നമുക്കത് ചെയ്തെടുക്കാം. അപ്പോൾ പല പല റെസിപ്പീസാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതിപ്പം ട്രഡീഷണലായിട്ട് ഞങ്ങളുടെയൊക്കെ വീട്ടിൽ പണ്ടുണ്ടാക്കി പോന്നിരുന്ന ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണിത് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ഈ ഒരു റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യണമെന്ന് കുറേ നാളായിട്ട് വിചാരിക്കുന്നു. എന്തായാലും ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല സോയ കൊണ്ടുള്ള ഒരു കുറുമയാണ് സൈഡ് ഡിഷായിട്ട് സെർവ് ചെയ്യുന്നത്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് എഴുതാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങളെല്ലാവരും കണ്ടു, ഇഷ്ടമായെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും നിങ്ങൾക്കറിയാവുന്ന എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ആദ്യമായിട്ടാണ് നമ്മളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ കമൻസും ഫീഡ്ബാക്കും ഒക്കെ ഞങ്ങളെ അറിയിക്കണം. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി അമ്മ ഉടനെ തന്നെ വരും. അതുവരേക്കും നന്ദി, ടാറ്റ, ഗുഡ് ബൈ.